ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഫാമിലിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാര്യം നമ്മുടെ നാട്ടിൽ വെച്ച് നമുക്ക് റമദാൻ മാസം കിട്ടുക നമ്മുടെ ഫാമിലിയോടൊപ്പം എല്ലാവരുമായിട്ട് ഒരുമിച്ച് നോമ്പ് പിടിക്കാനും നോമ്പ് തുറക്കാനും പെരുന്നാളും ഒക്കെ കിട്ടുന്നത് ഭയങ്കര റെയറായിട്ടാണ്. നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഇപ്പോഴും ഇല്ല. കാര്യം ഷിജാനിയുടെ ഫാമിലി കുറച്ച് പേര് ദുബായിലാണുള്ളത്. ആമി പഠിക്കുന്ന സ്ഥലത്ത് ഷയാസിക്ക വന്നിട്ടില്ലായിരുന്നു, ആശാൻറ്റി ഉണ്ടായിരുന്നില്ല, അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിട്ടില്ല. അതിൻ്റെ സങ്കടം നമുക്കുണ്ട്. പക്ഷേ എന്നാലും ഉള്ളവർ വെച്ച് നമ്മൾ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് അവരെയൊക്കെ വീഡിയോ കോൾ വിളിച്ചും ഒക്കെ സന്തോഷമായിട്ടിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്പെഷ്യൽ മൊമെൻറ്റ് നമുക്ക് വീഡിയോ ആയിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കരുതി അന്നെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലിട്ടാൽ എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും കാണുകയും ചെയ്യാം, അത് നിങ്ങളായിട്ട് ഷെയറും ചെയ്യാമല്ലോ എന്ന്. അങ്ങനെ എടുത്ത 2 ദിവസത്തെ റമദാൻ മാസത്തിലെ നോമ്പ് തുറയാണിത്. റാൻഡമായിട്ടുള്ള 2 ദിവസമാണ്. എല്ലാവരുടെയും വീട്ടിലെ പോലെ എത്രയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചെന്ന് പറഞ്ഞാലും നോമ്പ് തുറക്കാൻ സമയമാവുമ്പോൾ കുറച്ച് ചടപടയെന്ന് ഹറിബറിയായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വീണ്ടും ബാക്കി കാണും. അതുപോലെയുള്ള കുറച്ച് സമയങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ദിവസം ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല നല്ല മഴയുണ്ടായിരുന്നു. അപ്പം ഉമ്മയുടെ സ്പെഷ്യൽ പഴംപൊരി, ചായ, പിന്നെ ഷിജാൻറ്റിയുടെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കുറുമ, മീൻ കറി, ചിക്കൻ ഫ്രൈ, മീൻ ഫ്രൈ, അങ്ങനെ പല രീതിയിലുള്ള ഐറ്റംസ് ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. ഷിജാനിയുടെ സ്പെഷ്യൽ മീൻ കറിയുടെയും ചിക്കൻ കുറുമയുടെയൊക്കെ. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ഞാനും പൊന്നും കൂടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചു. നോമ്പ് തുറക്കേണ്ട സമയമാകുമ്പോഴാണ് ബാക്കിയുള്ളവരൊക്കെ വന്നിരിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ വാങ്ക് കേട്ടതും എല്ലാവരും നമ്മുടെ ടേബിളിന് ചുറ്റും വന്നു. വാങ്ക് വിളിച്ചതും നമ്മൾ ഈന്തപ്പഴം വെച്ച് നോമ്പ് തുറന്നു. അതിനുശേഷം പിന്നെ ഓരോരോ സാധനങ്ങൾ എടുത്ത് കഴിക്കാൻ തുടങ്ങി. മെയിനായിട്ട് ആദ്യം തന്നെ ഫ്രൂട്ട്സ് കഴിക്കും. അതിനുശേഷമാണ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുകയുള്ളൂ. ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചതിന് ശേഷം ഉമ്മയുടെ വാഴയ്ക്കപ്പം, പിന്നെ ചായ, പിന്നെ അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന ജ്യൂസ് ഷിജാൻറ്റി തന്നെ ഉണ്ടാക്കിയ ഗ്രേപ്പിൻ്റെ പ്യൂരി കൊണ്ടുള്ള ജ്യൂസായിരുന്നു. അതും സൂപ്പറായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചു. മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കിട്ടിയോന്നെല്ലാം നോക്കി നടന്നാണ് ഉമ്മ ആഹാരം കഴിക്കുന്നത്. ഒരിടത്തിരുന്ന് മര്യാദയ്ക്ക് കഴിക്കുകയില്ല. എല്ലാവർക്കും എല്ലാ സാധനങ്ങളും എടുത്തു കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ഉമ്മയും ഷിജാൻറ്റി അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സ്നാക്സ് ആയിട്ടും ഫ്രൂട്ട്സും മാത്രം കഴിച്ചിട്ട് നിസ്കരിക്കുകയാണ് ചെയ്യുന്നത്. നിസ്കരിച്ചെല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ ഓതി പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഇഷാ വാങ്കം വിളിച്ച് അത് നിസ്കരിച്ചിട്ടാണ് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഡിന്നറിന് നമുക്കുണ്ടായിരുന്നത് ഒറോട്ടി, ചിക്കൻ കുറുമ, ചിക്കൻ ഫ്രൈ, മീൻ കറി, മീൻ ഫ്രൈ. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ നല്ല രീതിയിൽ നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ കുറേ നേരം കളിയും ചിരിയും വർത്താനവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല രീതിയിൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നോമ്പായതുകൊണ്ട് തന്നെ കിടക്കാൻ ഭയങ്കര താമസമാണ്. കിടന്നു കഴിഞ്ഞാലും എണീക്കുന്നത് ഭയങ്കര ലേറ്റായിട്ടാണ്. അതുകൊണ്ട് തന്നെ രാത്രി കിടക്കുമ്പോൾ ഉറക്കം വരെയില്ല. പ്രത്യേകിച്ച് പിന്നെ എല്ലാവരും ഉള്ളപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് സന്തോഷിച്ചിരിക്കുകയായിരുന്നു ചെയ്തത്. പിറ്റേ ദിവസം പൊന്നൂന് എക്സാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ അവൾ എണ്ണീറ്റ് പഠിച്ച് എല്ലാം കഴിഞ്ഞ് ഉച്ചയായപ്പോൾ എക്സാമിന് പോയി. ഇജാസാണ് എക്സാമിന് കൊണ്ടാക്കിയത്. അങ്ങനെ അപ്പോൾ അവൾ പോകുന്ന ഒരു സീനാണിത്. ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് അവളെ എക്സാമിന് ഞങ്ങളെല്ലാവരും അയച്ചു. അവൾ എക്സാമിന് പോയി കഴിഞ്ഞ് വരുന്നിടം വരെ പിന്നെ ഞാൻ വലിയ ജോലിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. റൂമിൽ തന്നെ ബെഡിൽ കിടക്കും. അവൾ വന്നു കഴിയുമ്പോഴാണ് ഒരു ഉഷാർ വരുന്നത്. ഹൈസാബിക്കും അങ്ങനെ തന്നെയാണ്. അവൾ വന്ന് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അവൾ റെഡിയായി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പിന്നെ വീണ്ടും ഞങ്ങളുടെ അടുത്ത് വരും. ഈ ഒരു സമയത്ത് ഞങ്ങളെല്ലാവരും ഒരുപോലെ മിസ് ചെയ്തത് ആമിയാണ്. അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. ഇന്നത്തെ ദിവസം ഉമ്മ ഉണ്ടാക്കുന്നത് കളി കാച്ചിയതാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത്. ബാക്കിയുള്ളിടത്ത് എന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ അരിമാവ് പിടിച്ച് തേങ്ങാപ്പാലിനകത്തിട്ട് പഞ്ചസാരയും നെയ്യൊക്കെ വഴറ്റി ചേർക്കുന്നതിനാണ്. പിന്നെ ഫ്രൂട്ട്സ് നോർമലി ഉണ്ട്. എപ്പോഴും ഫ്രൂട്ട്സ് ഞാനായിരിക്കും കട്ട് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ ആയിട്ട് എല്ലാം ഞാനും പൊന്നും കൂടെ ടേബിളൊക്കെ സെറ്റ് ചെയ്തു. എല്ലാവരുടെയും വീട്ടിലുള്ളതുപോലെ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, വഴക്ക്, അടിയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വരും. പക്ഷേ എന്നാലും ഉമ്മയും ഷിജാൻറ്റിയും എല്ലാം ഇടയ്ക്ക് നിന്ന് പാച്ചപ്പ് ചെയ്ത് അതൊക്കെ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഇന്ന് ഇതൊക്കെയായിരുന്നു നോമ്പ് തുറക്കാൻ. ഫ്രൈഡ് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കളി കാച്ചിയത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ മാത്രം ജസ്റ്റ് പേരിന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിനുശേഷം ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ കുടിച്ച് നോമ്പ് തുറന്ന് ചായയും കുടിച്ചിട്ട് നിസ്കരിക്കാനാണ് പോയത്. നിസ്കരിച്ച് കഴിഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ ഓടി വന്ന് ചീനിയും നല്ല മീൻകറിയും തൈരും വെച്ച് നല്ലോണം കുഴച്ച് തന്നു.
അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അള്ളാഹു തന്ന ഈ ഒരു അനുഗ്രഹത്തിന് 1000 നന്ദി. എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ് ഫോർ എവറിത്തിങ്. നമ്മുടെ ചാനലിലെ വീഡിയോസും കണ്ടന്റൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.